വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ നിഷാദ് എസ് കെ, സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ ഇൻറ്റേർണൽ മെഡിസിൻ ആൻഡ് ഡയബറ്റിസ്. ഒരു നല്ല പേഷ്യൻ്റ് ഡോക്ടർ അഥവാ രോഗിയും ഡോക്ടറും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ ഏറ്റവും ഫലപ്രദമായ മാർഗം എന്തെന്ന് വെച്ചാൽ ഡോക്ടർ പറയുന്നത് വ്യക്തമായ രീതിയിൽ പേഷ്യൻറ്റിന് മനസ്സിലാകണം, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കൂട്ടിരിപ്പുകാർക്ക് ബൈസ്റ്റാൻഡേഴ്സിന് മനസ്സിലാകണം. എന്നാൽ ചില കാര്യങ്ങൾ ബൈസ്റ്റാൻഡേഴ്സിന് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. അവർക്ക് മനസ്സിലാകാത്തതിൻ്റെ കാരണം ഒരു പക്ഷേ അറിവ് കുറവായിരിക്കത്തില്ല. പക്ഷേ ചില കൺഫ്യൂഷൻസ്, ചില വാക്കുകളെക്കുറിച്ച് അവർ കരുതിയിരിക്കുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം. ഇങ്ങനെ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാകുന്ന, പ്രത്യേകിച്ചും ഇൻറ്റേർണൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡയബറ്റീസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്കുകളാണ് ഈ ഹാർട്ട് ഫെയിലിയറും ഹാർട്ട് അറ്റാക്കും തമ്മിലുള്ള വ്യത്യാസം. ഹാർട്ട് ഫെയിലിയറും ഹാർട്ട് അറ്റാക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ പറ്റാത്തത് കാരണം ഉണ്ടാകുന്ന പലതരം ബുദ്ധിമുട്ടുകളും ആങ്സൈറ്റിയും ഞാൻ കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണ് ഹാർട്ട് അറ്റാക്ക്, എന്താണ് ഹാർട്ട് ഫെയിലിയർ. ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്തെന്നാൽ ഹൃദയത്തിൻ്റെ മസിലുകൾക്ക് രക്തം നൽകുന്ന കൊറോണറി ആർട്ടറി എന്ന് പറയുന്ന രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാവുന്നത് കാരണം രക്തം വേണ്ട അളവിൽ ആവശ്യത്തിന് ഹൃദയത്തിൻ്റെ മസിലുകൾക്ക് കിട്ടാതെ വരുന്നത് കാരണം ഓക്സിജൻ കിട്ടാതെ വരുന്ന കോശങ്ങൾ അല്ലെങ്കിൽ മസിൽ കോശങ്ങൾ, ഹൃദയ മസിൽ കോശങ്ങൾ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇത് വളരെ വേഗം സംഭവിക്കുന്ന ഒരു കാര്യമാണ്, വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ യാതൊരു തരം ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ ക്ഷീണമായിട്ട് മാത്രം, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് എന്തെങ്കിലും ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു തളർച്ച ഇങ്ങനെ തുടങ്ങുകയാണ്. ഇങ്ങനെ തുടങ്ങി വർഷങ്ങളും ദശാബ്ദങ്ങളും എടുത്തിട്ടായിരിക്കും ഒരു പക്ഷേ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ആ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ശ്വാസമുട്ടലാകാം, എന്തൊക്കെ ചെയ്ത ഉടനെ തന്നെ നെഞ്ചിടി ഉള്ളതാകാം, എപ്പോഴും ക്ഷീണം, തളർച്ച, ഒരു പക്ഷേ ഹൃദയ സംബന്ധമായി യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ചിലപ്പോൾ ഹാർട്ട് ഫെയിലിയർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ നന്നായിട്ടുള്ള ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. ഉണ്ടാകുന്ന ഏക ബുദ്ധിമുട്ട് ഒരു പക്ഷേ വെറും ക്ഷീണമായിരിക്കാം, തളർച്ചയായിരിക്കാം, ഒരു ഉഷാറില്ലായ്മയായിരിക്കാം. അപ്പം ഇത് രണ്ടും തമ്മിലാണ് വ്യത്യാസം. ഹാർട്ട് ഫെയിലിയർ ഒരു വശത്ത് നിൽക്കുന്നു, ഹാർട്ട് അറ്റാക്ക് വേറൊരു വശത്ത് നിൽക്കുന്നു. പക്ഷേ നാം ഒരു ICUയിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനോട് ഹാർട്ട് ഫെയിലിയർ ആണ് എന്ന് പറയുമ്പോൾ കൂട്ടിരിപ്പുകാർ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ കരുതിയത് ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക് എന്നായിരിക്കും. അപ്പോൾ ഈ പെർസെപ്ഷണൽ വ്യത്യാസം അല്ലെങ്കിൽ ഈ മനസ്സിലാക്കുന്നതിൽ ഉണ്ടാകുന്നൊരു വ്യത്യാസം പലപ്പോഴും ഡോക്ടർ പേഷ്യൻ്റ് ബന്ധത്തെ കാര്യമായി ബാധിക്കാം എന്നെൻ്റെ അനുഭവത്തിൽ കൂടി മനസ്സിലായിട്ടുണ്ട്. അതുപോലെ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്ന ഒരു അസുഖം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വരുന്നതിന് രക്തക്കുറവ് ഒരു കാരണമാകാം. ഹാർട്ടിൻ്റെ വാൽവിന് കുഴപ്പമുണ്ടെങ്കിൽ ഉണ്ടാകാം. അമിതമായി വെള്ളം ഉള്ളിൽ ചെന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ പ്രശ്നമുണ്ടെങ്കിൽ, വേണ്ട അളവിൽ ഉപ്പും വെള്ളവും അല്ലെങ്കിൽ ഉപ്പും മൂത്രവും പുറത്ത് കളയുന്നില്ലെങ്കിൽ, ഹാർട്ടിൻ്റെ മറ്റു പല ഘടകങ്ങളിലെ കുഴപ്പങ്ങൾ കൊണ്ടൊക്കെ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകാം. എന്നാൽ ഹാർട്ട് അറ്റാക്ക് എന്തുകൊണ്ട് വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഹാർട്ട് അറ്റാക്ക് ഒരിക്കൽ വന്നത് കാരണം ഹാർട്ടിൻ്റെ മസിൽ കോശങ്ങൾ നശിച്ചു പോയത് കാരണവും ഹാർട്ട് ഫെയിലിയർ വരാം. അപ്പോൾ ഹാർട്ട് ഫെയിലിയർ വേറൊന്നാണ്, ഹാർട്ട് അറ്റാക്ക് വേറൊന്നാണ്. പക്ഷേ ഹാർട്ട് അറ്റാക്ക് കാരണം ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകും. പിന്നെ ഹാർട്ട് ഫെയിലിയർ തന്നെ അതിൻ്റെ സിവിയറിറ്റി ഉണ്ട്. അതായത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് പറയുന്ന തരത്തിലുള്ള. പിന്നെ എക്കോ ചെയ്ത ശേഷം നാം ഓരോ കാര്യങ്ങളെയും വേർതിരിച്ച് അത് എന്ത് കുഴപ്പം കൊണ്ടാണ്, ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറയുന്ന കാര്യം എന്താണ് എന്നെല്ലാം നാം നോക്കി അതിൻ്റെ ഒരു ശതമാന കണക്കിൽ നാം ഹാർട്ട് ഫെയിലിയേഴ്സിനെ പലതരത്തിൽ നാം വേർതിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവ വേർതിരിച്ച ശേഷം അതിന് വേണ്ട രീതിയിലുള്ള മരുന്നുകൾ കൊടുത്ത് ഹാർട്ട് ഫെയിലിയർ കണ്ടീഷൻ മോശമാകാതെ നോക്കുന്നുണ്ട്. എന്നാൽ ഹാർട്ട് അറ്റാക്ക് പോലുള്ള ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനും തീർച്ചയായിട്ടും വേണ്ട രീതിയിലുള്ള മരുന്നുകൾ കൊടുക്കുകയും റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയുണ്ടോ അവയെല്ലാം നോക്കി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവയിൽ ഹാർട്ട് ഫെയിലിയറിനും ഹാർട്ട് അറ്റാക്കിനും വേണ്ടി ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അമിത രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുക നല്ല രീതിയിൽ. പുകവലി, മദ്യപാനമുണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഇല്ലാതാക്കുക. മദ്യപാനമാണെങ്കിൽ അതിൻ്റെ അളവ് പരിമിതപ്പെടുത്തുക. വ്യായാമം തീർച്ചയായും ഹാർട്ട് ഫെയിലിയർ പോലുള്ള അവസ്ഥയും ഹാർട്ട് അറ്റാക്ക് പോലുള്ള അവസ്ഥയും എത്തിച്ചേരാതെ നോക്കാൻ വളരെയധികം സഹായിക്കും. ദിവസവും ഒരു 20 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് വേണം എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി, ഇച്ഛാശക്തിയോടു കൂടി നിങ്ങൾ ഓരോരുത്തരും നടക്കുക, ഓടുക,
എയറോബിക് വർക്കൗട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കുറച്ച് വെയ്റ്റ് ട്രെയിനിങ്ങും നിങ്ങൾ ഓരോരുത്തരും പ്രായത്തിനനുസരിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ഹൃദയത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് ഇപ്പോൾ നിങ്ങൾക്കുള്ള മറ്റ് അസുഖങ്ങളുടെ എല്ലാം കണക്കിലെടുത്തുകൊണ്ട് നിങ്ങളെല്ലാം ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. അതുപോലെ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് അമിതമാണെങ്കിൽ കുറച്ച് കൊണ്ടുവരിക. അതൊരു 50 മുതൽ 60% കാർബോഹൈഡ്രേറ്റ് ആക്കുക. ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുന്ന ഘടകങ്ങൾ ഉൾപ്പെടുത്തുക. പ്രോട്ടീൻസിൻ്റെ അളവ് കൂട്ടുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം തന്നെ മാനസിക സമ്മർദ്ദം ഓർക്കുക. 90% ബ്ലോക്കുള്ള ഒരാൾക്ക് പോലും മാനസിക സമ്മർദ്ദമുള്ളപ്പോഴാണ് ഒരു അറ്റാക്ക് ഉണ്ടാകുന്നത്. ചിലപ്പോൾ മാനസിക സമ്മർദ്ദമില്ലാത്ത വ്യക്തികൾക്ക് അറ്റാക്ക് വരണമെന്ന് തന്നെയില്ല ബ്ലോക്ക് ഉണ്ടെങ്കിലും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് ചിന്തിച്ച് നിങ്ങൾ ജീവിതശൈലിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഹാർട്ട് ഫെയിലിയർ കൂടി മോശമായ ഒരവസ്ഥയിലെത്തത്തില്ല. അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് പോലുള്ളൊരു അസുഖത്തിൽ എത്താതെ തന്നെ നിങ്ങൾക്ക് തടയാൻ സാധിക്കും. പേഷ്യൻ്റ് അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ളൊരു ബോധപൂർവമായ ശ്രമം. പലപ്പോഴും ഹാർട്ട് ഫെയിലിയർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ ഡോക്ടർമാരും കൂടെയുള്ള ടീമും തയ്യാറാണ്. പക്ഷേ ഹാർട്ട് ഫെയിലിയർ എന്താണെന്ന് മനസ്സിലാക്കാതെ അത് ഹാർട്ട് അറ്റാക്കായി തെറ്റിദ്ധരിച്ച് പോയി കഴിഞ്ഞാൽ ഡോക്ടറിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഇതേ കൺഫ്യൂഷൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുണ്ടെങ്കിൽ ഈ ഹാർട്ട് ഫെയിലിയറും ഹാർട്ട് അറ്റാക്കും തമ്മിലൊരു വ്യത്യാസം എന്താണെന്നുള്ളത് വളരെ ബ്രോഡായിട്ടുള്ള വളരെ ജനറലായിട്ടുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. ഇത് ഷെയർ ചെയ്യൂ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.